जरा जरा बहकता है महकता है आज तो मेरा तन बदन। मैं प्यासी हूँ मुझे भर ले अपनी बाहों में। जरा जरा बहकता है महकता है आज तो मेरा तन बदन। मैं प्यासी हूँ मुझे भर ले अपनी बाहों में। है मेरी कसम तुझको सनम दूर कहीं ना जा। ये दूरी कहती है पास मेरे आ जा रे। സഞ്ജു, നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ? ശരിയാണ്, മാധവ് സാർ മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ സാറിനെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. എനിക്ക് DD കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് സാറായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ സാറിന് കോൾ ചെയ്ത് അതുകൊണ്ട് എങ്ങനെയാടാ മാധവ് സാറിൻ്റെ മരണത്തിന് ഞാൻ കാരണമാവുന്നേ? നീ കൊള്ളാലോ. ലാസ്റ്റ് ഈ DD എന്ന് പറയുന്നവൻ ആ വാണ്ടഡ് ക്രിമിനൽ ഞാനാണെന്നും നീ പറയോ? നിനക്ക് എന്തു പറ്റി സഞ്ജു? ആവശ്യമില്ലാത്ത ഡൗട്ട്സൊക്കെ നിൻ്റെ തലയിൽ ഉദിക്കുന്നുണ്ടല്ലോ. ആരതിൻ്റെ പിന്നിൽ? നമ്മളെ തമ്മിൽ തെറ്റിച്ച് നമ്മുടെ മാരേജ് ബ്രേക്ക് ചെയ്യാൻ ഇനി ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ശ്രീ, നമ്മുടെ മാരേജ് ബ്രേക്ക് ചെയ്യാനൊന്നും ആരും ട്രൈ ചെയ്യുന്നില്ല. പിന്നെ DD കേസിൻ്റെ ഇൻചാർജ് ഇപ്പോൾ ഞാനല്ലേ, അതുകൊണ്ട് ആ കേസ് റിലേറ്റ് ചെയ്ത ഒരുപാട് ഡൗട്ട്സ് എനിക്കുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന ഏതൊരു ഓഫീസർക്കും തലയിൽ ഉദിക്കുന്നൊരു ഡൗട്ട്, അതന്നെ ഞാൻ നിന്നോടായിട്ട് ഷെയർ ചെയ്തത്. അതുമാത്രമല്ല, മാധവ് സാറിൻ്റെ കില്ലർ അവരെ നമുക്ക് ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കണം. അതിനിടയ്ക്ക് നമ്മുടെ മാരേജ്. ശ്രീ, ലിസൺ ടു മീ. നമ്മുടെ മാരേജ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേസിൻ്റെ ഇടയിൽ മാരേജ് അതൊന്നും ശരിയാവില്ലടാ. സ്റ്റോപ്പ് ഇറ്റ് സഞ്ജു. ഈ ടോക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മാരേജ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അതല്ല നിൻ്റെ ആവശ്യം. ലിസൺ, ഈ കേസിനേക്കാളും എൻ്റെ പ്രയോറിറ്റി എപ്പോഴും നീ ആയിട്ടുള്ള നമ്മുടെ മാരേജിനാണ്. അതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യണ കാര്യം നീ അങ്ങ് മറന്നേക്ക്. പിന്നെ ഇൻവിറ്റേഷനൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ മാരേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ അതത്ര എളുപ്പമൊന്നുമല്ല. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അതാ നല്ലത്. സഞ്ജു, നീ ഓവർ തിങ്ക് ചെയ്ത് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുക. ലിസൺ, ആ മാധവ് സാറിനെ കൊന്നത് ആ DD തന്നെയാണ്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. കൂടുതൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, ശരിയാ. ബട്ട് സാറിനോട് ദേഷ്യമുള്ളത് ഇപ്പോൾ ആർക്കാളാ? അത് ആ DDക്ക് തന്നെയാണ്. കാരണം DD കേസിൽ റീസെൻ്റായിട്ട് അന്വേഷിച്ചത് സാറല്ലേ. സോ സാറിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതും അവൻ തന്നെയാണ് സാറിൻ്റെ കൊലയാളി. ശ്രീ, ഹോണസ്റ്റ്ലി ഐ ഡോണ്ട് തിങ്ക് സോ. സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് കിട്ടാതെ ഒരിക്കലും മാധവ് സാറിൻ്റെ മരണത്തിന് ഉത്തരവാദി DD ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. DDയുടെ പേര് വെച്ച് ആരോ കളിക്കുന്നുണ്ട്. അതാരായാലും അവനെ കണ്ടുപിടിക്കണം. അല്ല, ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു. എന്തായി നീ അന്വേഷിക്കുന്ന ആ റോബറി കേസ്? റോബറി കേസ്. ആ കേസിലിപ്പോൾ എന്താ ഇൻവെസ്റ്റിഗേഷനൊക്കെ നന്നായി തന്നെ നടക്കുന്നേ. അല്ല സഞ്ജു, നീ എന്താ അറിഞ്ഞത്? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാനൊരു കാര്യം അറിഞ്ഞു. അത് നിന്നെക്കുറിച്ചൊരു നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല, ഒരു നെഗറ്റീവ് ന്യൂസാണ് കിട്ടിയത്. നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു ഫയൽ അത് നീ മിസ്സാക്കിയെന്നാ ഞാൻ അറിഞ്ഞത്. നിനക്കിതെന്താ പറ്റിയേ?
മാരേജാണോ പ്രശ്നം? ശ്രീ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, കേസ് അന്വേഷിക്കുമ്പോൾ ഒരിക്കലും മാരേജ് അതിനൊരു ബാരിയറായി മാറരുത്. ഇതിപ്പോൾ നിനക്ക് വീഴ്ച പറ്റിയാലും അവിടെ പലരും നമ്മളെ കുറ്റം പറയുന്നത് നമ്മുടെ മാരേജ് കാരണമെന്നൊക്കെയാ. എന്തിനാടാ? അല്ല, ആ ഫയൽ എങ്ങനെ നിന്റെ കയ്യിൽ നിന്ന് മിസ്സായേ? എന്ത് പറഞ്ഞാലും എന്തിനാ മാരേജിൻ്റെ പുറത്ത് നീ കയറുന്നേ? മാരേജ് എന്നല്ല ഇതിൻ്റെ റീസൺ. ആ പിന്നെ ആ ഫയല് നിന്നോട് അറിയുന്ന നുണയൊക്കെ പറഞ്ഞേ. ആ ഫയല് മിസ്സായത് ഞാൻ കാരണമെന്നല്ല. അവിടെ ഇത്രയും ഓഫീസേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയല് കാണാണ്ടായ അതിൻ്റെ റീസൺ ഞാനാണെന്ന് എന്തർത്ഥത്തിൽ ഇവർ പറയുന്നത്? എല്ലാവരും കണക്കാ. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ നുണയാണോ? ഫയല് മിസ്സായത് നീ കാരണമല്ല അല്ലേ? സഞ്ജു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഫയൽ മിസ്സായെന്ന് പറഞ്ഞത് സത്യ, പക്ഷേ അതിൻ്റെ റീസൺ എങ്ങനെ ഞാനാവാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയായിരിക്കാം, നീ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം, നീ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് അവിടെ ആ ടൈമിൽ നിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഓഫീസേഴ്സ് പറഞ്ഞതനുസരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞു പോയ നീ വീണ്ടും എന്തിനാ തിരിച്ചു വന്നേ? അതാണ് എല്ലാവരിലും ഡൗട്ട് ഉണ്ടാക്കിയത്. അവർ പറയുന്നത് ഫയൽ എടുക്കാനാണ് നീ വീണ്ടും തിരിച്ചു വന്നേന്നാ. ശരിക്കും നീ എന്തിനാ തിരിച്ചു വന്നത് ശ്രീ? അത് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ അവിടെ വെച്ച് മറന്നു, അതെടുക്കാൻ വേണ്ടി വന്നതാ. അതിനിപ്പോൾ ഫയൽ മിസ്സായതിൻ്റെ റീസൺ ഞാനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ ശരിയാവാ? മാർക്കിനെല്ലില്ലാന്ന് കരുതി ഒക്കെ വിളിച്ചു പറയാൻ നിൽക്കുക. അമ്മമാരൊക്കെ എൻ്റെ മുന്നിൽ കിട്ടിയാണ്ടല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കെന്നറിയില്ല. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ എൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന നിനക്ക് പോലും എന്നെ വിശ്വാസമില്ലല്ലോ. നന്നായി, എനിക്കെതിരെ നിൻ്റെ തലയിൽ ആരോ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ടല്ലോ. അതാരായാലും അവൻ്റെ ഉദ്ദേശം അത്ര നല്ലതൊന്നും ആയിരിക്കില്ല സഞ്ജു. എന്നെ നിന്നെ തെറ്റിക്കാൻ മാത്രം, അതായിരിക്കും അവൻ്റെ ലക്ഷ്യം. അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. ബൈ. നൈറ്റ് അപ്പാർട്ട്മെൻറ്റ് വെച്ച് കാണാം. എടാ സച്ചി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇത് വളരെ കോൺഫിഡൻഷ്യലായിരിക്കണം. നിന്നാരും വാച്ച് ചെയ്യുന്നില്ല എന്ന് കൺഫേം ചെയ്യണം. ആർക്കും ഒരു സംശയം പോലും തോന്നരുത്. ലാസ്റ്റ് ഫ്രൈഡേ, അതായത് മാധവ് സാർ മരണപ്പെട്ട ആ നൈറ്റ് 11 to 11:30 ഈ ടൈമിൽ ശ്രീ എവിടെയായിരുന്നു? അത് നമുക്ക് കണ്ടുപിടിക്കണം. നിനക്ക് അവൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? മാധവ് സാറിന് കോൾ ചെയ്തിരുന്നു. അപ്പോൾ അവൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ഐ ആം ഷുവർ മാധവ് സാറിൻ്റെ മരണത്തിന് പിന്നിൽ ശ്രീയുടെ കൈകൾ തന്നെയാടാ. ബട്ട് സഞ്ജുവിന് മുന്നിൽ എല്ലാ എവിഡൻസും എനിക്ക് പ്രസൻറ്റ് ചെയ്യണം. ഞാനെല്ലാം പറഞ്ഞ അവൻ ചിലപ്പോൾ വിശ്വസിക്കും. ബട്ട് അതല്ലടാ, എവിഡൻസ് അതാ നമുക്ക് വേണ്ടത്. മാധവ് സാർ മരണപ്പെട്ട ആ ദിവസം, ആ ടൈമിൽ ശ്രീ അവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അത് കൺഫേം ആയാ നീ ഉറപ്പിച്ചോ, മാധവ് സാറിനെ കൊന്നത് DD ഒന്നല്ല, അതാ ശ്രീ തന്നെയാ. ഐ ആം ഷുവർ. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് സച്ചി, അതല്ലടാ. ഞാൻ പറഞ്ഞ സഞ്ജു അത് വിശ്വസിക്കും. ബട്ട് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക തരം സൊസൈറ്റിയിലാടാ. ഇന്ത്യയിലെ നിയമപ്രകാരം തെളിവുകൾക്ക് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അവിടെ നീതി ചിലപ്പോൾ തോറ്റു പോവാം, തെറ്റ് ചെയ്തവൻ ജയിക്കാം. അതുണ്ടാവാൻ പാടില്ല. ശ്രീയാണ് മാധവ് സാറിൻ്റെ മരണത്തിന് പിന്നിലെങ്കിൽ അവനെതിരെയുള്ള എവിഡൻസ് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യണം. അവൻ അർഹിക്കുന്ന ശിക്ഷ അതവന് നേടിക്കൊടുക്കണം. എടാ,
മാധവ് സാർ മരണപ്പെട്ട ആ ടൈമിൽ അവൻ എവിടെയായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അവൻ ആ ലൊക്കേഷനിലുണ്ടെങ്കിൽ അതിനർത്ഥം മാധവ് സാറിനെ കൊന്നത് അവൻ തന്നെയാണെന്നാ. വേറൊന്നും വേണ്ട, അവൻ്റെ ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്താൽ മതി. അന്ന് അവൻ്റെ ലൊക്കേഷൻ, ആ ടൈമിൽ അവൻ എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. നിനക്ക് പറ്റും. നീ ഇത് വളരെ സീക്രട്ടായി ചെയ്താൽ മതി, ആരും അറിയണ്ട, മനസ്സിലായോ? ഇത് ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവൻ പോലും അപകടത്തിലാണ്. പ്രത്യേകിച്ച് ആ സ്ത്രീ. നിലനിൽപ്പിന് വേണ്ടി ആരെ കൊല്ലാൻ അവന് മടിയില്ല. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ശരി, ഡീറ്റെയിൽസ് എടുത്തിട്ട് നീ എനിക്ക് സെൻഡ് ചെയ്താൽ മതി. ശരി, ബൈ. എഡ്വിൻ ചേട്ടാ, എന്തു പറ്റി? എന്നെ കണ്ടപ്പോൾ മുഖമൊക്കെ ആകെ വിളറിയല്ലോ. എന്തു പറ്റി? ഞാൻ കേൾക്കാത്ത എന്തെങ്കിലും കാര്യമാണോ ഫോണിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്? ശ്രീ, നീ എപ്പോൾ വന്നു? ഞാൻ ഇവിടെ നിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ സർപ്രൈസായി. നീ കുറേ നേരമായി വന്നിട്ട്? കുറച്ച് നേരമായി. ഏട്ടൻ്റെ പ്ലാനൊക്കെ ആസ്വദിച്ച് കേൾക്കുമായിരുന്നു ഞാൻ. എഡ്വിൻ ചേട്ടാ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനേട്ടാ ഇങ്ങനെ സംശയിക്കുന്നത്? അപ്പോൾ എന്നെയും സഞ്ജുവിനെയും തമ്മിൽ പിരിക്കാൻ ഏട്ടനും ശ്രമിക്കുന്നുണ്ടല്ലേ? കൊള്ളാം. എന്നെയും സഞ്ജുവിനെയും കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അല്ല ഏട്ടാ? ബി കെയർഫുൾ. പിന്നിൽ നിന്ന് കുത്തുന്നവർക്കുള്ള മറുപടി അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞത് ഏട്ടന് ക്ലിയറായെന്ന് വിശ്വസിക്കുകയാണ്. ശ്രീ, ഞാൻ ആരെയും ചതിക്കുന്നില്ല. ചതിക്കുന്നവൻ ആരാണോ അവനെ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. അല്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ നീ ഭയക്കുന്നേ? സമാധാനമായിട്ടിരിക്കേ. തെറ്റ് ചെയ്തവൻ ആരാണോ അവനെ ഞാൻ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ഭയം, ആ ഒരു വികാരം എന്നിൽ വേട്ടയാടുന്നില്ല ഏട്ടാ. തടസ്സങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഭയം എന്നിൽ നിന്ന് അറിയാതെ അകലുന്നു. ചേട്ടാ, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇപ്പോൾ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് സഞ്ജുവിനെയാണ്. അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. അവിടെ ബന്ധങ്ങൾക്കൊന്നും ഈ സ്ത്രീ ഒരു സ്ഥാനവും നൽകുന്നില്ല, ഒരു സ്ഥാനവും. ഏട്ടൻ്റെ ഡൗട്ട്സൊക്കെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി, ഒന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കണ്ട. മേ ബി മനസ്സിൽ തോന്നുന്നതെല്ലാം പ്രവർത്തിച്ച ജീവൻ ശരീരത്തെ വിട്ട് പോയെന്ന് വരാം. നിന്റെ വിധി നിന്റെ കയ്യിലാണ്. പോടേട്ടാ. See you soon. ആവശ്യത്തിലധികം ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവനെ വിട്ട് വരട്ടെ. നിങ്ങൾക്കിതെന്ത് പറ്റി? അച്ഛനും മക്കൾക്കെല്ലാം ഭ്രാന്തായെന്ന് തോന്നുന്നേ. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറയുന്നത്. പ്രസാദേട്ടാ, എന്തു പറ്റി? വല്ലാത്ത ടെൻഷനിലാണല്ലോ. പാപ്പ, എന്താ പാപ്പ, എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? എടാ,
നമ്മൾ ആ പുതിയതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ പ്രൊജക്റ്റില്ലേ, ആ പ്രൊജക്റ്റിലെ റോയൽ ജ്വല്ലറി ഷോപ്പ് പാർട്ട്ണർ ആ വിശ്വനാഥനില്ലേ, അവനെ ഞാൻ ഷെയർ ഹോൾഡർ ആക്കണമെന്ന്. ഓർഡർ ഫ്രം മൈ യങ്ങർ സൺ. ഇതുവരെ ബിസിനസ്സിൽ ഇടപെടാത്ത അവൻ എന്തിനാ ഇവിടെ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? അതും ആ വിശ്വനാഥന് വേണ്ടി. എൻ്റെ ബിസിനസ്സിന് ആരൊക്കെ ഇൻവോൾവ് ആവണം ആവണ്ട അത് തീരുമാനിക്കേണ്ടത് ഞാനാ. ഇതുവരെ അങ്ങനെയായിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് അവൻ്റെ തലയിൽ എന്താ ഇങ്ങനെ കൊതിക്കാൻ? ഓ, ഇരിക്കണ്ടല്ലോ. നിങ്ങളൊന്ന് സമാധാനപ്പെടും. എന്താ ശ്രീ വന്നല്ലോ. ആ, നീ വന്നോ? സ്വന്തം വീട്ടിലേക്ക് വരാൻ ഇവിടുന്ന് പ്രത്യേക ഇൻവിറ്റേഷൻ വേണം അല്ലേടാ ശ്രീ? പപ്പ, ഞാൻ കുറച്ച് തിരക്കിലാ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. എനിക്ക് പോയിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. തിരക്ക്? ഈ തിരക്കൊക്കെ നിനക്ക് എപ്പോഴാണ് ഉണ്ടായത്? ലക്ഷങ്ങൾ മുടക്കിയ നിന്നെ ഞാൻ ASIക്ക് മാറ്റിയത്, അല്ലാതെ നിന്റെ സ്വന്തം കഴിവുകൊണ്ട് നീ നേടിയെടുത്ത പൊസിഷൻ അല്ലല്ലോ. അവൻ്റെ ഒരു തിരക്ക്. എനിക്ക് വേണ്ടി മുടക്കിയ ലക്ഷങ്ങളുടെ കണക്ക് പറയാനാണോ പപ്പ എന്നെ ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത്? അങ്ങനെയാണെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ലക്ഷങ്ങളുടെ കണക്ക് പറയാനല്ല നിന്നെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചു വരുത്തിയത്. ഈ വിശ്വനാഥന് നീയായിട്ട് എന്ത് എഗ്രിമെന്റ്? അവനെന്തിനാ ഞാൻ എൻ്റെ ബിസിനസ്സിന്റെ ഷെയർ ഹോൾഡർ ആക്കേണ്ട ആവശ്യം? ഈ പ്രസാദേ സ്വന്തം കഴിവുകൊണ്ടാ ഇവിടം വരെ എത്തിയത്. എൻ്റെ ഇങ്ങോട്ടുള്ള യാത്രയിലെ എത്തിക്കലല്ലാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ വിശ്വനാഥൻ, അവൻ്റെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് ശരിയൊന്നല്ല. അവനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഞാൻ അവനെ ഒരിക്കലും ഇൻവോൾവഡ് ആക്കില്ല. ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ ശ്രീ. പിന്നെ എൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ 50% ഷെയർ അത് നിനക്ക് തന്നെ അവകാശപ്പെട്ടതാ. ഐ നോ, ബട്ട് ഓൺലി ആഫ്റ്റർ യുവർ മാരേജ്. സഞ്ജു നിൻ്റെ ലൈഫിലേക്ക് വരുന്നതോടെ നിൻ്റെ തലയിൽ കുറച്ച് ബോധത്തിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം മാത്രമേ നിനക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ് നിനക്ക് ഞാൻ തരുള്ളൂ. മോനെ നീ പോവാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട, ആവശ്യത്തിനുള്ളത് കിട്ടി, വയറ് നിറഞ്ഞു. എന്തെങ്കിലും കഴിക്കാനേ നിങ്ങളുടെ മൂത്ത മോന് കൊടുക്കുക. ഹലോ ഏട്ടാ. എടാ എഡ്വിനെ, എന്താ എടാ? ആ സ്ത്രീക്കെതിരെയുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? ഏട്ടാ, കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. പോലീസ് സ്ത്രീനെ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇനിയൊന്നും സഞ്ജുവിനോട് പറയാതിരുന്ന അത് മണ്ടത്തരായിട്ട് പോവും. എഡ്വിൻ, എടാ നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു പറ്റി? നിനക്ക് സ്ത്രീയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അവനെതിരെയുള്ള എവിഡൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ, പിന്നെന്താ? ഏട്ടാ, ഇന്ന് ജിമ്മിൽ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അവനെ കണ്ടുമുട്ടി. ഞാൻ സച്ചിയുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം അവൻ കേട്ടു. നിങ്ങളുടെ അനിയനെ അവനെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു പോലും എനിക്ക് ഉറപ്പില്ല ഏട്ടാ. എല്ലാം ഉടനെ തന്നെ സഞ്ജുവിനോട് പറയണം. അവൻ സ്വയം മനസ്സിലാക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ വിട്ടു പോകും. സ്ത്രീ, അവൻ ഇനിയും ഒരു കൊലപാതകം പോലും ചെയ്യാൻ പാടില്ല. സഞ്ജു എല്ലാം അറിയേണ്ട ടൈമായി കഴിഞ്ഞു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഏട്ടാ. നാളെ തന്നെ എല്ലാം സഞ്ജുവിനോട് തുറന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ കാര്യങ്ങളൊന്നും നിൽക്കാൻ പോകുന്നില്ല. എടാ എഡ്വിനെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഓ മൈ ഗോഡ്, ശ്രീക്കെല്ലാം മനസ്സിലായോ? എടാ നീ സൂക്ഷിച്ചോ, നിന്നെ കൊല്ലാൻ അവൻ ട്രൈ ചെയ്യും, ഐ എം ഷുവർ. ഒരു കാര്യം ചെയ്യും, നീ പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടോ. നാളെ തന്നെ നമുക്ക് സഞ്ജുവിനെ കാണണം. പിന്നെ ശ്രീയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റി നിനക്ക്? അവനെതിരെയുള്ള എല്ലാ എവിഡൻസും കയ്യിലില്ലേ? എല്ലാം സഞ്ജുവിന് ബോധ്യപ്പെടാൻ ടൈമായി കഴിഞ്ഞു. ഏട്ടാ, ഡോണ്ട് വറി. അവനെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. പിന്നെ എവിഡൻസ്, അവനെതിരെയുള്ള എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്.
ഇനി ഈ ഫയല് ഭദ്രമായിട്ട് സഞ്ജുവിനെ ഏൽപ്പിക്കണം, അത്രേ ഉള്ളൂ. ശ്രീയുടെ മുഖംമൂടി അഴിഞ്ഞ് വീഴാനുള്ള ടൈമായി ഏട്ടാ. എല്ലാം അറിയുമ്പോൾ സഞ്ജുവിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുന്ന എനിക്ക് പേടി. എനിവേ, നീ പറഞ്ഞതുപോലെ ഇനിയൊന്നും വൈകിച്ചൂടാ. നാളെ തന്നെ നമുക്ക് സഞ്ജുവിനെ മീറ്റ് ചെയ്യാം. ഞാൻ അവനെ വിളിച്ച് പ്ലേസൊക്കെ ഫിക്സ് ചെയ്തിട്ട് നിന്നോട് പറയാം. ഗുഡ് നൈറ്റ്. സഞ്ജു, ഐ നോ നിനക്കിതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും, ബട്ട് അതാണ് റിയാലിറ്റി. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു. നിന്നെ മാത്രമല്ല, എന്നെയും നമ്മുടെ ഫാമിലിയും എല്ലാം. ഹീസ് എ ഗുഡ് ആക്ടർ. എന്തിനു വേണ്ടി അവനിതൊക്കെ ചെയ്തെന്നറിയോ? നിനക്ക് വേണ്ടി. കുട്ടിക്കാലം മുതൽ നിന്നോട് തോന്നിയ അവൻ്റെ മുഖം. പിന്നെ നീ ഡേവിഡിനെ സ്നേഹിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് കൈവിട്ട് പോയി. അവൻ്റെ ഉള്ളിലെ ആ സൈക്കോ പുറത്തേക്ക് വരാൻ തുടങ്ങി. എനിക്കറിയാം, ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ എൻ്റെ തെറ്റുണ്ട്. നിങ്ങളുടെ 3 വർഷം ഞാൻ കാരണം നഷ്ടപ്പെട്ടു. എൻ്റെ അനിയനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കവനെ നഷ്ടപ്പെടുന്നുള്ള ഭയം. അതുകൊണ്ടാ നിന്നോടൊന്നും പറയാതിരുന്ന സഞ്ജു. നീ ഏട്ടനോട് ക്ഷമിക്കണം. ഐ എം റിയലി സോറി. ഐ എം റിയലി സോറി. ഏട്ടാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ തോന്നി എന്നെയും ഡേവിഡിനെയും ചതിക്കാൻ? എന്ത് തെറ്റാ ഏട്ടാ ഞാൻ ചെയ്തത്? അവനെ വിശ്വസിച്ചു പോയി, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഡേവിഡ് അവനെന്നെ വെറുക്കുന്നുണ്ടാവും. അവന് പറയാനുള്ളതൊന്നും ഞാൻ കേട്ടില്ല. ഐ ഡോണ്ട് ഡിസേർവ് ഹിം. അല്ല ഏട്ടാ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ കണ്ണിൽ നോക്കി അവൻ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോഴും ഞാൻ അവനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം ശ്രീയും ഡേവിഡിൻ്റെ പപ്പയും കൂടി പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഒരു സൈക്കിക് ക്യാരക്ടറായി അവൻ എങ്ങനെ ചേഞ്ച് ആവാൻ പറ്റുന്നു? അവൻ്റെ അഭിനയത്തിന് മുന്നിൽ ഞാൻ വീണുപോയി, വിശ്വസിച്ചു പോയി ഞാൻ അവന്. ഏട്ടാ, എനിക്കറിയില്ല. എല്ലാം തിരിച്ചറിയുന്ന നിമിഷം പപ്പയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മാരേജ് സ്വപ്നം കണ്ട് നടക്കുക ആ പാവം. അവൻ കാരണം എൻ്റെ പപ്പ വീണ്ടും വിഷമിക്കാൻ പോവാ. അവൻ മാത്രമല്ല, അതിന് കാരണക്കാരൻ ഞാനും കൂടിയാ. ഞാനും കാരണ ഒരു നല്ല മകനാവാൻ ഈ ജന്മം എനിക്ക് കഴിഞ്ഞില്ല. സഞ്ജു, റിലാക്സ്. അതെങ്ങനെയാടാ എല്ലാം നിന്റെ തെറ്റാവുന്നേ? എല്ലാരെയും കണ്ണടച്ച് വിശ്വസിച്ചു, അത് മാത്രം നീ ചെയ്ത തെറ്റ്. പിന്നെ അങ്കിളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, ബട്ട് അങ്കിളിനെ പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കാൻ അങ്കിളിന് സാധിക്കും. നീ സമാധാനമായിട്ടിരിക്കേ. സമാധാനം
എനിക്ക് എങ്ങനെ സമാധാനപ്പെടും കഴിയും ഏട്ടാ? എൻ്റെ വിധി ഇങ്ങനെ പോയി. ഡേവിഡിന് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഒരിക്കലും എനിക്കവനെ വെറുക്കാൻ പറ്റില്ല, മറക്കാൻ കഴിയില്ല. ബട്ട് വിധി ഞങ്ങളെ അകറ്റി. അവനെന്നെ മറന്നു കാണും അല്ലേ ഏട്ടാ? അതുകൊണ്ടായിരിക്കും ഇത്രയും വർഷം എന്നെ തേടി അവൻ വരാതിരുന്നത്. അവന് പറയാനുള്ളതൊന്നും സമാധാനത്തോടെ കേൾക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. ശ്രീ മാത്രമല്ല, ഞാനും തെറ്റ് ചെയ്തു. എൻ്റെ ഡേവിഡിനെ ഞാൻ വിശ്വസിച്ചില്ല. ആരവൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വാക്ക് പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാതെ പോയി. ഐ ഡോണ്ട് ഡിസേർവ് ഹിം. എടാ സഞ്ജു, ഡേവിഡ് നിന്നെ കാണാൻ വരാതിരുന്നത് അതുകൊണ്ടൊന്നുമല്ല. ഇനി അവൻ നിൻ്റെ മുന്നിൽ വന്ന് സ്യൂസൈഡ് ചെയ്യുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? പിന്നെ എങ്ങനെയാണ് അവൻ നിന്നെ കാണാൻ വരാ? കാരണം അവൻ നിന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട്. നീ ഇല്ലാത്തൊരു ലോകം അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവൻ നിൻ്റെ മുന്നിലേക്ക് വരാ? എടാ, അവൻ എപ്പോഴും നിന്നെ ഇഷ്ടമാണ്. നീ സമാധാനമായിട്ടിരിക്കേ. ശ്രീയുടെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാകാത്ത പോലെ നീ ആക്ട് ചെയ്യണം, മനസ്സിലായോ? നമ്മുടെ നിലനിൽപ്പിന് ഇപ്പം അതാ ബുദ്ധി. പിന്നെ നിൻ്റെ മാരേജ് അത് നിശ്ചയിച്ചുറപ്പിച്ച ആ തീയതി തന്നെ നടക്കും. ഐ ആം ഷുവർ. അതെ, ഹെഡ്വിൻ പറഞ്ഞതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റിൽ തന്നെ നിന്റെ മാരേജ് നടക്കും സഞ്ജു. നിന്റെ പപ്പയ്ക്ക് വിഷമിക്കേണ്ടി വരില്ല. ബട്ട് അതെൻ്റെ അനിയൻ ആ ക്രിമിനൽ സൈക്കോ ആയിട്ടല്ല, നിന്റെ ഡേവിഡ് ആയിട്ടാ. എടാ, അവൻ വരും. നീ അവനെ തേടി പോയില്ലെങ്കിലും നിന്നെ തേടി എവിടെയാണെങ്കിലും അവൻ വരും നിനക്ക് വേണ്ടി. ബിലീവ് മീ, നിങ്ങളുടെ പ്രണയത്തിൻ്റെ ശക്തി നിങ്ങളെ ഒന്നിപ്പിക്കും. അതിന് ശ്രീയെപ്പോലെ ഇനി 1000 പേര് വന്നാലും നിങ്ങളുടെ പ്രണയത്തെ തകർക്കാൻ ആർക്കും പറ്റില്ലടാ. സമാധാനത്തോടെ കാത്തിരിക്കേ നിന്റെ ഡേവിഡിൻ്റെ വരവിനായി. ഹാപ്പി ആയിട്ടിരിക്കേ. Mm-hmm.